നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. കിരാതന് വധശിക്ഷയില്ല. സൗമ്യ കേസിൽ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കി സുപ്രീം കോടതി. ഓടുന്ന ട്രെയിനിൽ നിന്നും സൗമ്യ ട്രാക്കിലേക്ക് തള്ളിയിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് മാത്രം. ബലാത്സംഗ കുറ്റത്തിന് കീഴ്ക്കോടതി നൽകിയ ശിക്ഷ ചോദ്യം ചെയ്യില്ലെന്നും സുപ്രീം കോടതി. കൊലപാതകം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. സംശയത്തിന്റെ ആനുകൂല്യം നൽകി ശിക്ഷ ഇളവ് ചെയ്യുന്നുവെന്നും സുപ്രീം കോടതി. പ്രതിക്കെതിരെ കൊലക്കുറ്റം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന സർക്കാരിന് ഉത്തരവ് കനത്ത തിരിച്ചടി. നെഞ്ചുപൊട്ടുന്ന വിധിയെന്ന് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതി. വാദിക്കാനറിയാത്ത അഭിഭാഷകരെ വെച്ച് കേസിന്റെ ഗതി സർക്കാർ ഇങ്ങനെയാക്കി. കൊലക്കുറ്റം സ്ഥാപിക്കാൻ വേണ്ടത്ര തെളിവുകൾ ഉണ്ടായിരുന്നെന്നും നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും അമ്മയുടെ വിലാപം. സൗമ്യയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ BA ആളൂർ. പോലീസിന്റെ കണ്ടെത്തലുകളും പ്രോസിക്യൂഷൻ വാദങ്ങളും ഗോവിന്ദച്ചാമിക്ക് അനുകൂലമായി മാറിയെന്നും പ്രതികരണം. സുരക്ഷ പരിഗണിച്ച് മറ്റ് സംസ്ഥാനത്തേക്ക് ജയിൽ മാറാൻ പ്രതിഭാഗം അപേക്ഷ നൽകും. വിധിയിലെ വാദങ്ങൾ. സൗമ്യ വധക്കേസിൽ കേരളത്തെ ഞെട്ടിച്ച സുപ്രീം കോടതി വിധിയിൽ വിശദീകരണവുമായി സംസ്ഥാന സർക്കാർ. പ്രോസിക്യൂഷൻ സ്ഥാനത്തേക്ക് ജോസഫ് വി തോമസിനെ നിയമിച്ചത് UDF സർക്കാർ എന്ന് നിയമമന്ത്രി. അഭിഭാഷകനെ മാറ്റണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. സർക്കാർ റിവ്യൂ ഹർജി നൽകുമെന്നും AK ബാലൻ. സുപ്രീം കോടതി വിധിക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമവാഴ്ചയിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമെന്ന് VM സുധീരൻ. വിധി ദൗർഭാഗ്യകരമെന്നും പ്രോസിക്യൂഷൻ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെന്നും കുമ്മനം. സുപ്രീം കോടതി വിധി ഞെട്ടിക്കുന്നതെന്ന് VS. പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയെന്ന സുധീരന്റെ ആരോപണം അവഹേളനപരമെന്നും VS അച്യുതാനന്ദൻ. വിധി നിർഭാഗ്യകരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഉത്തരവിൽ പ്രതിഷേധിച്ച് പിണറായി വിജയന്റെ കോലം കത്തിച്ച് യൂത്ത് കോൺഗ്രസ്. നഷ്ടക്കണക്കിന് നോട്ടീസ്. കാവേരി സംഘർഷത്തിൽ കർണാടകത്തിനും തമിഴ്നാടിനും സുപ്രീം കോടതിയുടെ വിമർശനം. കോടതി ഉത്തരവിന്റെ പേരിൽ ആരും സംഘർഷങ്ങളിൽ ഏർപ്പെടരുത്. നീതിന്യായ വ്യവസ്ഥയെ മാനിക്കാൻ ഇരു സംസ്ഥാനങ്ങളും ബാധ്യസ്ഥരാണെന്നും കോടതി. വിമർശനത്തിന് പിന്നാലെ കർണാടകത്തിനും തമിഴ്നാടിനും സുപ്രീം കോടതിയുടെ നോട്ടീസ്. സംഘർഷങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. അതേസമയം കാവേരി പ്രശ്നത്തിൽ തമിഴ്നാട്ടിൽ നാളെ കർഷക ബന്ദ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2880 രൂപ, പവൻ 23,040 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.